WWE നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് സ്റ്റോറി ലൈനുകളായിരുന്നു റോക്ക് കാരണം നശിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? റോക്ക് ഒരുപാട് സ്റ്റോറി ലൈനുകൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒരൊറ്റ സ്റ്റോറി ലൈൻ പോലും മുഴുവനാക്കിയിട്ടും തീർത്തിട്ടില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? റോക്ക് എന്തുകൊണ്ടാണ് WWEയിലേക്ക് തിരിച്ചു വരാത്തത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ജോൺസിനെ റസൽമേനിയ 41 മത്സരിക്കുന്ന സമയത്ത് റോക്ക് എന്തുകൊണ്ടാണ് അവിടെ ഇല്ലാഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഇതിനെക്കുറിച്ചെല്ലാം തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. 2024 റോക്ക് എങ്ങനെയാണ് WWE കുളം തോണ്ടിയിട്ടുള്ളത്? വെൽക്കം ടു വെനസ്ഡേ നൈറ്റ് സ്പെഷ്യൽസ്. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. 2024 റോക്ക് WWEയിലേക്ക് ഒരു സർപ്രൈസ് എൻട്രി നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ആ ഒരു സമയത്ത് തന്നെ TKOയുടെ, അതായത് WWE ഉള്ളത് ഇപ്പോൾ TKOയുടെ അണ്ടറിലാണ്. ഈ TKOയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ഒരു വ്യക്തി തന്നെയാണ് റോക്ക്. അതുകൊണ്ട് തന്നെ റോക്കിന് ഒരു ക്രിയേറ്റീവ് പവർ കൂടി ഉണ്ടായിരുന്നു. റോക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര എനർജിയുള്ള, ഭയങ്കര സ്റ്റാർ വാല്യൂ ഉള്ള നല്ല കിഡിലൻ സ്റ്റോറി ലൈനുകൾ നമുക്ക് കിട്ടുമെന്ന് തന്നെയായിരുന്നു ഫാൻസ് മുഴുവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റോക്ക് 2024 വന്നതിന് ശേഷം നല്ല കിഡിലൻ സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു റസൽമേനിയ 40 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. റോക്ക് വന്നുകൊണ്ട് റോമൻ റെയിൻസിനെതിരെ റസൽമേനിയ 40 ഞാൻ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളത് പറയുകയും ഫാൻസ് മുഴുവൻ വി വാണ്ട് കോഡി എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുകയും ആ ഒരു കാര്യം വെച്ചുകൊണ്ട് കോഡി റോഡ്സിനെതിരെ റോക്ക് തിരിയുകയും റോക്ക് ഒരു ഹീൽ ക്യാരക്ടറായി മാറുകയും ഫൈനൽ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിഡിലൻ ക്യാരക്ടർ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. റസൽമേനിയ 40 അത്രത്തോളം ഹൈപ്പിൽ കയറ്റി വെച്ചിട്ട് പിന്നീട് റോക്കിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് 2024 നടന്നിട്ടുണ്ടായിരുന്ന ബാഡ് ബ്ലഡ് പേപ്പർ വ്യൂവിലായിരുന്നു. അന്നത്തെ ഏറ്റവും കിഡിലൻ മാച്ച് ആയിട്ടുണ്ടായിരുന്ന CM Punk വേഴ്സസ് ഡ്രൂ മെക്കിൻഡർ തമ്മിലുള്ള മാച്ച് വരെ ഓപ്പണിംഗ് മാച്ച് ആക്കിയിട്ട് വെച്ച് മെയിൻ ഇവന്റ് ആക്കി റോമൻ റെയിൻസിന്റെയും കോഡി റോഡ്സിന്റെയും മാച്ച് വെക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം റോക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ റോക്ക് ബാഡ് ബ്ലഡിന്റെ ഏറ്റവും അവസാനം വന്ന് 1, 2, 3 എന്നെല്ലാം തന്നെ പറഞ്ഞ് കൈകൊണ്ട് കാണിച്ച് അവിടെ നിന്നും പോയിട്ടുള്ള ഒരു കാര്യം തന്നെ മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 1, 2, 3 എന്ന് കാണിച്ചതുകൊണ്ട് ഒരുപാട് പേർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കോഡി റോഡ്സിനെയും റോമൻ റെയിൻസിനെയും എതിരെ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് ആയിരിക്കും റോക്ക് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സോളോ സിക്കോയ്ക്കെതിരെ റോക്ക് മത്സരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറി ലൈനുകളായിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ വിചാരിച്ച് നമ്മൾ മണ്ടന്മാരായി. കാരണം റോക്ക് അതിനുശേഷം ആ ഒരു സ്റ്റോറി ലൈനിന്റെ ഒരു ഭാഗവും പുറത്തു കൊണ്ടുവന്നിട്ടില്ല. പിന്നീട് അങ്ങനെ 2025 റോ എപ്പിസോഡ്, അതായത് നെറ്റ്ഫ്ലിക്സിലെ ആദ്യത്തെ റോ എപ്പിസോഡായി റോക്ക് വന്നുകൊണ്ട് ഒരു ഫേസ് ക്യാരക്ടറായിട്ട് നല്ലവനായി വന്ന് ഫാൻസിനോട് എല്ലാവരോടും നന്ദി പറയുകയും തന്റെ ഹീൽ ക്യാരക്ടർ എല്ലാം തന്നെ മാറിയ രീതിയിൽ അവിടെ ആക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോഡി റോഡ്സിന്റെ കൂടെ വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും അദ്ദേഹത്തിനോട് നല്ല രീതിയിൽ ഫ്രണ്ട് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലെല്ലാം തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള മേജർ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ WWE അല്ല റോക്കിനെ കൺട്രോൾ ചെയ്യുന്നത്, റോക്കാണ് WWEയെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് റോക്കിന് എപ്പോഴൊക്കെ തോന്നുന്നോ ആ സമയത്ത് മാത്രം റോക്ക് വരും. റോക്കിന് ഏതൊക്കെ സ്റ്റോറി ലൈനിൽ ഭാഗമാകണമെന്ന് തോന്നുന്നോ ആ സ്റ്റോറി ലൈനിൽ വന്നുകൊണ്ട് തനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു പോകും. TKOയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ഒരാളായതുകൊണ്ട് എന്ത് വേണമെങ്കിലും റോക്കിന് ചെയ്യാമെന്നുള്ള രീതിയിലായിട്ടുണ്ട് WWE ഇപ്പോൾ. WWE ലോങ് ടേമിലേക്ക് എന്തെങ്കിലും ഒരു വലിയ പ്ലാനുകളെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ റോക്ക് വന്നുകൊണ്ട് ഈ പ്ലാനുകളെല്ലാം തന്നെ മുഴുവൻ മാറ്റിക്കൊണ്ടായിരുന്നു WWEയിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് റൂമറുകളെല്ലാം തന്നെ കേൾക്കുന്നുണ്ട് റോക്ക് WWEയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ റോക്ക് ഹോളിവുഡിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന റോക്കിന്റെ സിനിമകളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ ഹോളിവുഡ് ഇമേജ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അതൊന്നുകൂടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് റോക്ക് WWEയിലേക്ക് വീണ്ടും റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു മാർട്ടിൻ സ്കോർസെസിന്റെ മൂവി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് WWE ഇപ്പോൾ അദ്ദേഹത്തിന്റെ സെക്കൻഡ് പ്രയോറിറ്റി ആയി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഹോളിവുഡ് തന്നെയാണ്. അതുപോലെ ഇപ്പോൾ അടുത്ത് പാറ്റ് മെക്കാഫിയുടെ ഒരു ഷോയിൽ റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്നപ്പോഴായിരുന്നു റോക്ക് വലിയ കാര്യങ്ങളെല്ലാം തന്നെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എലിമിനേഷൻ ചേംബർ 2025 അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം TKOയുടെ CEO ആയിട്ടുള്ള ഇമ്മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി റോക്കിന്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എലിമിനേഷൻ ചേംബറിന്റെ ടിക്കറ്റുകൾ വിറ്റുപോകുന്നില്ല, അപ്പോൾ ടിക്കറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് റോക്ക് ഒന്ന് ആ ഒരു ഷോയിൽ വന്നുകൊണ്ട് ഷോക്ക് ഒന്നുകൂടി ഒന്ന് പവർ കയറ്റണം എന്നുള്ള രീതിയിലെല്ലാം തന്നെ. അപ്പോൾ റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് ക്രിയേറ്റീവ് പ്ലാൻസ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് തോന്നിയ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു എലിമിനേഷൻ ചേംബർ 2025 ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ WWE ഫാൻസിന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്ക് ഒരു സ്റ്റോറി ലൈനിലും മുഴുവനായിട്ട് ഇറങ്ങാത്ത പക്ഷം അദ്ദേഹം WWEയിലേക്ക് വരണ്ട എന്ന് തന്നെയാണ്. WWE യൂണിവേഴ്സിൽ കൂടുതൽ പേരും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്.
അദ്ദേഹം ഒരു കളിസ്ഥലമായിട്ടാണ് ശരിക്കും WWE കാണുന്നത്. അദ്ദേഹത്തിന് എപ്പോഴൊക്കെ തോന്നുന്നോ അപ്പോൾ വന്ന് കളിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഹോളിവുഡിലേക്ക് പോകും. ഇങ്ങനെ റോക്ക് പല സമയങ്ങളിലായി പല സ്റ്റോറി ലൈനുകളിൽ വരുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസിന് WWEയോടുള്ള ട്രസ്റ്റ് കുറഞ്ഞു വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറി ലൈൻ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയി വരുമ്പോഴേക്കും റോക്ക് വരും, അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആക്കും, പിന്നീട് റോക്ക് പോകും. ആ സ്റ്റോറി ലൈൻ കൂപ്പുകുത്തി താഴെ വീഴുന്ന കാഴ്ച തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ജോൺ സീനയുടെ ഹീൽ ക്യാരക്ടർ റോക്ക് വന്നതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ റോക്ക് പോയതിനു ശേഷം ആ സ്റ്റോറി ലൈൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് WWE ക്രിയേറ്റീവ് ടീമിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് വേറെ സ്റ്റോറി ലൈനുകളായിരുന്നു. റോക്ക് വന്നതുകൊണ്ട് സ്റ്റോറി ലൈൻ മാറ്റേണ്ടി വന്നു. റോക്കിൻ്റെ കഥ WWE ക്രിയേറ്റീവ് ടീമിന് എഴുതാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ആയിരുന്നു റോക്കും WWEയും തമ്മിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു സ്റ്റോറി ലൈനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കുറച്ച് നാളുകൾ വർക്ക് ചെയ്യാൻ വേണ്ടി റോക്ക് വരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഒരു സ്റ്റോറി ലൈൻ. നിങ്ങളുടെ അഭിപ്രായത്തിൽ റോക്ക് ഇനി എപ്പോഴെങ്കിലും WWEയിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ? വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ.